നായ്ക്കൾ എന്റെ ചുറ്റും കൂടിയിരിക്കുന്നു, അധർമ്മികളുടെ സംഘം എന്നെ വളഞ്ഞിരിക്കുന്നു, അവർ എന്റെ കൈകാലുകൾ കുത്തിത്തുളച്ചു. എന്റെ അസ്ഥികൾ എനിക്ക് എണ്ണാവുന്ന വിധത്തിലായി, അവർ എന്നെ തുറിച്ചുനോക്കുന്നു. അവർ എന്റെ വസ്ത്രങ്ങൾ പങ്കിട്ടെടുക്കുന്നു, എന്റെ അങ്കിക്കായി അവർ നറുക്കിടുന്നു. കർത്താവേ, അങ്ങ് അകന്നിരിക്കരുതേ. എനിക്ക് തുണയായവനേ, എന്റെ സഹായത്തിന് വേഗം വരണമേ. എന്റെ ജീവനെ വാളിൽ നിന്ന് രക്ഷിക്കണമേ. എന്നെ നായുടെ പിടിയിൽ നിന്ന് മോചിപ്പിക്കണമേ. സിംഹത്തിന്റെ വായിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. കാട്ടുപോത്തിന്റെ കൊമ്പുകളിൽ നിന്നും മുറിവേറ്റ എന്നെ മോചിപ്പിക്കണമേ. ഞാൻ അവിടുത്തെ നാമം എന്റെ സഹോദരരോട് പ്രഘോഷിക്കും, സഭാമധ്യത്തിൽ ഞാൻ അങ്ങയെ പുകഴ്ത്തും. കർത്താവിന്റെ ഭക്തരെ, അവിടുത്തെ സ്തുതിക്കുവിന്, യാക്കോബിന്റെ സന്തതികളെ, അവിടുത്തെ മഹത്വപ്പെടുത്തുവിന്, ഇസ്രായേൽ മക്കളെ, അവിടുത്തെ സന്നിധിയിൽ ഭയത്തോടെ നിൽക്കുവിൻ. എന്തെന്നാൽ പീഡിതന്റെ കഷ്ടതകൾ അവിടുന്ന് അവഗണിക്കുകയോ പുച്ഛിക്കുകയോ ചെയ്തില്ല, തന്റെ മുഖം അവനിൽ നിന്നു മറച്ചുമില്ല. അവന് വിളിച്ചപേക്ഷിച്ചപ്പോൾ അവിടുന്ന് കേട്ടു. മഹാസഭയിൽ ഞാൻ അങ്ങയെ പുകഴ്ത്തും, അവിടുത്തെ ഭക്തരുടെ മുൻപിൽ ഞാൻ എന്റെ നേർച്ചകൾ നിറവേറ്റും. ദരിദ്രർ ഭക്ഷിച്ചു തൃപ്തരാകും, കർത്താവിനെ അന്വേഷിക്കുന്നവർ അവിടുത്തെ പ്രകീർത്തിക്കും, അവർ എന്നും സന്തുഷ്ടരായി ജീവിക്കും. ഭൂമിയുടെ അതിർത്തികൾ കർത്താവിനെ അനുസ്മരിക്കുകയും അവിടുത്തെ അടുത്തേക്ക് തിരിയുകയും ചെയ്യും. എല്ലാ ജനതകളും അവിടുത്തെ സന്നിധിയിൽ ആരാധനയർപ്പിക്കും. എന്തെന്നാൽ രാജത്വം കർത്താവിനേറതാണ്, അവിടുന്ന് എല്ലാ ജനതകളെയും ഭരിക്കുന്നു. ഭൂമിയിലെ അഹങ്കാരികൾ അവിടുത്തെ മുൻപിൽ കുമ്പിടും, ജീവൻ പിടിച്ചു നിർത്താനാവാതെ പൊടിയിലേക്ക് മടങ്ങുന്നവർ അവിടുത്തെ മുൻപിൽ പ്രണമിക്കും. പുരുഷാന്തരങ്ങൾ അവിടുത്തെ സേവിക്കും, അവർ ഭാവിതലമുറയോട് കർത്താവിനെപ്പറ്റി പറയും. ജനിക്കാനിരിക്കുന്ന തലമുറയോട് കർത്താവാണ് മോചനം നേടിത്തന്നത് എന്ന് അവർ ഉദ്ഘോഷിക്കും.